നിലവിൽ പുറത്തിറങ്ങിയ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ പൂർണ്ണമായി തന്നെ ന്യൂനപക്ഷത്തിന്, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് വലിയ പരിഗണന ലഭിക്കുന്നുണ്ട്. ഇത് ആ സമുദായത്തെ സ്വാധീനിക്കുമോ, വോട്ടായി മാറുമോ? പൂർണ്ണമായ പരിഗണനയൊന്നുമല്ല, കാര്യമായ പരിഗണന എന്ന് വേണമെങ്കിൽ തിരുത്തി വായിക്കാം. ക്രൈസ്തവ സമുദായത്തിൻ്റെ അംഗസംഖ്യ കേരളത്തിൻ്റെ ജനസമൂഹത്തിൽ വോട്ടർമാരുടെ എണ്ണം നോക്കുമ്പോൾ അതിൽ 18% ക്രൈസ്തവരുടെ സ്ട്രെങ്ത്. അത് പല അവാന്തര വിഭാഗങ്ങളായി നിൽക്കുന്നു. കൃത്യം 50%ഓളം കത്തോലിക്ക വിഭാഗമാണ്. നോൺ കാത്തലിക്, അത് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളുണ്ട്, ബിഷപ്പ് അതായത് എപ്പിസ്കോപ്പൽ വിഭാഗങ്ങളുണ്ട്, സ്വതന്ത്ര സഭകളുണ്ട്, മറ്റ് ഇൻഡിപെൻഡൻറ്റ് ചർച്ചസ് ഉണ്ട്. എല്ലാം തന്നെ ചേർന്നുകൊണ്ട് മറ്റൊരു 50%. ഈ 18% ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു? പ്രധാനമായി പരമ്പരാഗതമായി UDF, LDF വോട്ടർമാരാണ് ക്രൈസ്തവ സമൂഹത്തിലെ മഹാഭൂരിപക്ഷവും. അതിൻ്റെ ഒരു ചെറിയ പങ്കെങ്കിലും BJPയിലേക്ക് സ്വാംശീകരിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ കേരളത്തിൽ ഒരു വിന്നബിലിറ്റിയിലേക്ക് BJPക്ക് വളർന്നു കഴിയാൻ കഴിയൂ. എന്നുള്ള പ്രധാന കാരണം 25%ഉള്ള മുസ്ലിം ജനസാമാന്യത്തിൻ്റെ പിന്തുണ ഒരു രീതിയിലും BJPക്ക് കേരളത്തിലല്ല ഒരിടത്തും പ്രതീക്ഷിക്കാനാവില്ല. ആകെപ്പാടെ ലഭിക്കുന്നത് ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ ചെറിയ പോക്കറ്റുകളിൽ മുസ്ലിം വോട്ടുകൾ BJPയിലേക്ക് ചായുന്നു, വലിയ തോതിലല്ല എങ്കിൽ പോലും. ഇവിടെ കേരളത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. മുസ്ലിങ്ങൾ ഏതാണ്ട് 99.9% BJP വിരുദ്ധ ഇടങ്ങളിൽ വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ തന്നെയാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിൽ വെച്ചുകൊണ്ട് BJPക്ക് ലഭിക്കേണ്ടത് UDFനും LDFനും ലഭിക്കേണ്ടത് 100% നിന്നുമാണ് ലഭിക്കേണ്ടത്. BJPക്ക് ലഭിക്കേണ്ടത് 75% നിന്നുമാണ്. ആകെ അങ്ങനെയാണല്ലോ നമ്മൾ ഇന്റലിജന്റ് ആയിട്ട് ഒരു കാര്യം കണക്ക് കൂട്ടുന്നത്. 75% ജനസംഖ്യയിൽ നിന്ന് മാത്രമാണ് വിന്നബിലിറ്റിയിലേക്ക് പോകേണ്ടത്. വിന്നബിലിറ്റി ഒരു കൃത്യം ത്രികോണ മത്സരത്തിൽ പോലും വിന്നബിലിറ്റി ഉണ്ടാകണമെങ്കിൽ 33.33% ഉണ്ടാവണം. അത് ലഭിക്കണമെങ്കിൽ പരമ്പരാഗതമായി BJP പിന്തുണയ്ക്കുന്ന ചില വിഭാഗങ്ങളുണ്ട്. കൂടുതൽ വിഭാഗങ്ങൾ, ഈഴവ കമ്മ്യൂണിറ്റി ഉൾപ്പെടെ ചില കമ്മ്യൂണിറ്റികളിൽ നിന്നും ഇടതുപക്ഷത്തേക്ക് ചാഞ്ഞു നിന്ന പല വോട്ടുകളും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ BJPയിലേക്ക് മാറുന്നത് കണ്ടു. അങ്ങനെ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ വോട്ട് ശതമാനമായ 20% വോട്ട്, 19.97, അതാണ് കൃത്യ കണക്ക്. അതാണ് BJPക്ക് ലഭിച്ച വോട്ട്, അല്ലെങ്കിൽ NDAക്ക് കേരളത്തിൽ ലഭിച്ച വോട്ട്. ആ വോട്ടുകളെ സീറ്റാക്കി മാറ്റാനാവില്ലല്ലോ. കൃത്യമായി വീതിച്ചു പോയാൽ ചില ഇടങ്ങളിലേക്ക് അത് കേന്ദ്രീകരിച്ചാൽ വിന്നബിലിറ്റി ഉണ്ടാകും. 35-40% വന്നാൽ വിന്നബിലിറ്റി ഉണ്ടാകും. ത്രിതല പഞ്ചായത്തിലേക്കും കോർപ്പറേഷനിലേക്കും നഗരസഭകളിലേക്കും ഉള്ള വാർഡ് അടിസ്ഥാനത്തിൽ ആ ട്രാൻസ്ഫർ സാധ്യമാണ്. അതാണ് BJPയുടെ ഒന്നാമത്തെ ഒരു പോൾ സ്ട്രാറ്റജി. പാൻ കേരള ലെവലിൽ തങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമായ 20% വീതിച്ചു പോയാൽ ഒരു സീറ്റും ജയിക്കില്ല. പക്ഷേ ചില കോൺസെൻട്രേറ്റ് ചെയ്ത ഇടങ്ങളിൽ, ഉദാഹരണത്തിന് തിരുവനന്തപുരം നഗരസഭ, തിരുവനന്തപുരം കോർപ്പറേഷൻ, പാലക്കാട് നഗരസഭ, തൃശ്ശൂർ കോർപ്പറേഷൻ, ഇവിടങ്ങളിലൊക്കെ BJPക്ക് വൻ പ്രതീക്ഷകളുണ്ട്. മഞ്ചേശ്വരം മേഖല, കാസർഗോഡ് മേഖല വൻ പ്രതീക്ഷകളാണ്. അത് സാധ്യമാകണമെങ്കിൽ പരമ്പരാഗത ഹൈന്ദവ പിന്തുണയ്ക്ക് പുറമേ വികസന വോട്ട് വേണം, യൂത്ത് വോട്ട് വേണം. അതിന് കാര്യമായ ശ്രമം സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് കാര്യമായ ശ്രമങ്ങൾ BJP നടത്തുന്നുണ്ട്. പുതിയൊരു സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം വലിയ പ്രതീക്ഷയാണ് ഉയർത്തുന്നത്. ഗ്രൂപ്പ് വഴക്കുകൾ, ഈ കൃഷ്ണദാസ് പക്ഷം അല്ലെങ്കിൽ മുരളീധരൻ പക്ഷം എന്നൊക്കെയുള്ള ആ ഒരു വേർതിരിവുകളെ മാറ്റി നിർത്തി ഗ്രൂപ്പുകൾക്ക് അതീതനായ ഒരു വികസന നായകൻ എന്ന ഒരു ലേബലിലാണ് രാജീവ് ചന്ദ്രശേഖർ അവതരിപ്പിക്കപ്പെട്ടത്. രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് തിരുവനന്തപുരം നഗരത്തിന്റെ കോർപ്പറേഷന്റെ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നു എന്നും, സുരേഷ് ഗോപി നേരിട്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ താൻ പ്രതിദാനം ചെയ്യുന്ന തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന തൃശ്ശൂർ കോർപ്പറേഷനിലെ 55 സീറ്റുകൾ മാനേജ് ചെയ്യുന്നു എന്നുമുള്ള ഒരു ചിത്രമാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഓരോ ടൗൺഷിപ്പിലും ഓരോ പ്രധാനപ്പെട്ട നേതാക്കളെയും ഓരോ മേഖല തിരിച്ചു കൊടുക്കുന്നു. BJPയുടെ സംഘടനാ ജില്ലകൾ 14 അല്ല, ആ സംഘടനാ ജില്ലകളായി 30 ജില്ലകൾ, 14 റവന്യൂ ജില്ലകളെ 30ആയി വീതിച്ചുകൊണ്ട് കൃത്യമായ ആളുകളെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് മുന്നൊരുക്കങ്ങൾ ഗംഭീരമായി BJP നടത്തി. അവിടെയാണ് അഡീഷണൽ എക്സ് ഫാക്ടർ. ട്രഡീഷണൽ വോട്ടിന് പുറമെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ വോട്ട് ലഭിക്കുന്നുവെങ്കിൽ അത് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ആവാം. അങ്ങനെയാണ് ക്രിസ്ത്യൻ നേതാക്കളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നു. PC ജോർജിനെ കൊണ്ടുവരുന്നു, PC ജോർജിന്റെ മകൻ ഷോൺ ജോർജിനെ കൊണ്ടുവരുന്നു, അനൂപ് ആന്റണിക്ക് വലിയ ഒരു പ്രതീക്ഷ കൊടുക്കുന്നു, നേതൃസ്ഥാനം, സംഘടനയിൽ ഉന്നത സ്ഥാനം കൊടുക്കുന്നു, ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിസഭയിൽ എടുക്കുന്നു എന്ന് വേണ്ട ക്രിസ്ത്യൻ ബിഷപ്പുമാരെ സൗഹൃദ സന്ദർശനം നടത്തുന്നു. മോദിയുടെ വരവിൽ ക്രിസ്ത്യൻ ബിഷപ്പുമാരെ കാണണമെന്ന് ആഗ്രഹം പറയുന്നു.
4-5 പേര് കാണുകയും ചെയ്തു. ഡൽഹിയിൽ ബിഷപ്പ് പരമന സന്ദർശിക്കുന്നു എന്ന് വേണ്ട. ക്രൈസ്തവർക്ക് പ്രിയപ്പെട്ട ദിവസങ്ങളിൽ, ക്രിസ്തുമസ് ഈസ്റ്റർ ദിവസങ്ങളിൽ നയതന്ത്രത്തിന്റെ പൊടിപൂരം നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ കണ്ടു. മുന്നൊരുക്കങ്ങളാണ്. അപ്പോഴാണ് കല്ലുകടി ഉണ്ടാകുന്നത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരെ നടത്തിയ ചില ഹൈന്ദവ നാമധാരികൾ നടത്തിയ ആക്രമണം പ്രതിഫലിച്ചത് കേരളത്തിലാണ്. രാജീവ് ചന്ദ്രശേഖറും കൂട്ടരും അത്യധ്വാനം ചെയ്തുകൊണ്ടാണ് ആ ഡാമേജ് ക്രിസ്ത്യൻ മനസ്സുകൾ വ്രണപ്പെട്ടിരിക്കുന്നു. കേരളത്തിലല്ല ആക്രമണം നടന്നതെങ്കിൽ പോലും അതിൻ്റെ അനുരണങ്ങൾ, അതുപോലെ മണിപ്പൂരിലെ നരഹത്യയൊക്കെ വലിയ തോതിലാണ് കേരളത്തിൽ ആഘോഷിക്കപ്പെട്ടത്. ഇതെല്ലാം തന്നെ ക്രൈസ്തവ മനസ്സുകളെ സ്വാധീനിക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ സുരേഷ് ഗോപിയുടെ ഒരു വിജയം നൽകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. തൃശ്ശൂരെ ജനസംഖ്യയുടെ വോട്ടർമാരുടെ 20% വരുന്ന ക്രൈസ്തവർ അവർ കൂടി സഹായിച്ചത് കൊണ്ടാണല്ലോ 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ സീറ്റ് എടുക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണല്ലോ. അതുകൊണ്ട് ക്രൈസ്തവർ താമരചിഹ്നത്തിന് വോട്ട് ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറയാനാവില്ല. പണ്ട് മൂവാറ്റുപുഴ ലോക്സഭാ മണ്ഡലത്തിൽ PC ജോർജ് എന്ന ക്രൈസ്തവ സ്ഥാനാർത്ഥി IFDP കെയർ ഓഫിൽ ജയിച്ചു വന്നതും NDA മുന്നണിയിലാണ് കേന്ദ്രമന്ത്രിയായി. അപ്പൊ ക്രൈസ്തവർക്ക് BJP ചതുർത്ഥിയൊന്നുമല്ല. ചില മധ്യ തിരുവിതാംകൂറിലെ ഉൾപ്പെടെ ചില ക്രൈസ്തവ മേഖലയിൽ, പൂഞ്ഞാർ, ഈരാറ്റുപേട്ട ആ മേഖലയിലും മലയോര മേഖലയിലും ഒക്കെ തന്നെ BJPക്ക് മുൻബന്ധത്തേക്കാൾ കൂടുതൽ സ്വീകാര്യത ക്രൈസ്തവ സമൂഹത്തിൽ കൈവന്നിട്ടുണ്ട് എന്നത് സ്ഥാനാർത്ഥി പട്ടികയിൽ കാണുന്നു. അത് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുമ്പോൾ അവിടെയാണ് വോട്ടർമാരെങ്ങനെയാണ്. ഇപ്പൊ ക്രൈസ്തവ പാർട്ടി എന്നറിയപ്പെടുന്നത് കേരള കോൺഗ്രസുകളാണ്. ജോസഫ് ഗ്രൂപ്പ് ആകട്ടെ, മാണി ഗ്രൂപ്പ് ആയിക്കൊള്ളട്ടെ, UDF, LDF, ഇതാണ്. അതിൽ ഒരു പാർട്ടിയെ കൂടെ നിർത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അതൊരു താക്കോലാകുമായിരുന്നു, അതൊരു വാതിലാകുമായിരുന്നു ക്രൈസ്തവ മനസ്സിലേക്ക് പ്രവേശിപ്പിക്കാൻ. അങ്ങനെയൊന്നും ഉണ്ടായില്ല. PC ജോർജ് IFDP പിരിച്ചു, അദ്ദേഹത്തിന്റെ ജനപക്ഷം പിരിച്ചുവിട്ടുകൊണ്ട് BJPയിലേക്ക് വന്നു. അതൊരു വാതിലാണ്. അങ്ങനെ അനേക വാതിലുകൾ ഒരുമിച്ച് തുറന്നെങ്കിൽ മാത്രമേ ക്രൈസ്തവ മനസ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കൂ. ബിഷപ്പിന്റെ അരമനയിലേക്ക് ഒരുപക്ഷെ BJPക്ക് പ്രവേശനം ലഭിച്ചേക്കാം. പക്ഷേ ബിഷപ്പ് പറയുന്നത് അനുസരിച്ച് ആവണമെന്നില്ലല്ലോ ക്രൈസ്തവർ വോട്ട് ചെയ്യുന്നത്. പള്ളിയിൽ എന്തായാലും BJPക്ക് അനുകൂലമായി ഇടലേഖനങ്ങൾ വായിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അപ്പോൾ അവിടെ ക്രൈസ്തവരെ മാറി ചിന്തിക്കുന്ന ഒരു വിഭാഗം. പക്ഷെ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി വായിക്കാമല്ലോ. BJP സ്ഥാനാർത്ഥി പള്ളിയോട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ് എങ്കിൽ ഒരു പക്ഷേ ലക്ഷ്യമല്ലേ, അത് BJPയുടെ ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് പരമാവധി ക്രൈസ്തവ സ്ഥാനാർത്ഥികൾ എല്ലാ ഇടങ്ങളിലും ഉണ്ടാകണം. പരമാവധി, ഭൂരിപക്ഷമല്ല, പരമാവധി ഉണ്ടാവണം എന്ന നിർദ്ദേശം പോയത്. അത് മാത്രമല്ല, അമിത്ഷാ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനോട് നിർദ്ദേശം കൊടുത്തു. 25% നിങ്ങൾ കേരളത്തിൽ നിലവിലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച 20% സപ്പോർട്ട് ബേസ് 25% വോട്ട് ബേസായി മാറ്റി എടുത്തില്ല എങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ജയിച്ചു വരാനാവില്ല എന്ന നിർദ്ദേശം രാജീവ് ചന്ദ്രശേഖരന് കൊടുത്തു. ഇത് പറയാമെന്നല്ലാതെ പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ എളുപ്പമല്ല. വീണ്ടും ഞാൻ പറയുന്നു, എളുപ്പമല്ല. കാരണം എന്തുകൊണ്ടാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി പ്രഭാവം, ദേശീയ തലത്തിലെ ഫാക്ടേഴ്സ്, ദേശീയത, ഇതെല്ലാം തന്നെ BJPക്ക് അനുകൂലമാകുന്ന ഒരു ഘടകമാണ്. മാക്സിമം വോട്ടുകൾ ലഭിക്കാവുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ UDF, LDF തമ്മിലുള്ള മത്സരമാണ്. BJP കേരളത്തിൽ ഭരണത്തിൽ വരുമെന്ന് എത്ര പേര് ചിന്തിക്കും? അതുകൊണ്ട് BJPക്ക് വേണ്ടി അങ്ങനെ കട്ട BJP സപ്പോർട്ടേഴ്സ് അല്ലാതെ മാർജിനൽ വോട്ടുകൾ സംശീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതേപോലെ പഞ്ചായത്തിൽ പക്ഷേ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ നിലവിൽ രണ്ട് നഗരസഭകൾ, പാലക്കാട്, പന്തളം നഗരസഭയും അതുപോലെ 10-15 പഞ്ചായത്തുകളും മാത്രമാണ് BJPക്ക് നിയന്ത്രണമുള്ളത്. അത് വളരെ തുച്ഛമാണ്. കേരളത്തിലെ ജനസംഖ്യ അനുസരിച്ച് വളരെ BJPയുടെ മൊത്തം സ്ട്രെങ്ത് പ്രതിഫലിപ്പിക്കുന്നതല്ലാതെ അത് വൻതോതിൽ വർദ്ധിപ്പിക്കണം. തിരുവനന്തപുരം, തൃശ്ശൂർ കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കുകയും ഏതാനും നഗരസഭകൾ, 10ഓളം നഗരസഭകൾ നേതൃസ്ഥാനത്തിൽ വരികയും 100ഓളം പഞ്ചായത്തുകളിലെങ്കിലും പ്രഭാവം ചെലുത്തുകയും ചെയ്യുക എന്ന ഒരു വിശാല പദ്ധതിയാണ് 25% വോട്ട് ഷെയർ എന്ന് പറയുന്നത്. അത് സാധ്യമാകണമെങ്കിൽ ക്രൈസ്തവരുടെ അകമഴിഞ്ഞ പിന്തുണ ആവശ്യമായി വരും. മധ്യ തിരുവിതാംകൂറിൽ മാത്രമല്ല, മറ്റ് ഇടങ്ങളിലും മാർജിനൽ വോട്ടുകൾ, ക്രൈസ്തവരുടെ വോട്ടുകൾ സമാഹരിക്കാമെങ്കിൽ അത് വികസനത്തിന്റെ പേര് പറഞ്ഞാണെങ്കിലും ഒരു ചേഞ്ച് UDFനും LDFനും പഞ്ചായത്തിൽ എത്ര പ്രാവശ്യം അവസരം കൊടുത്തു? തങ്ങൾക്കൊരു അവസരം നൽകൂ, തങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാം, ഒരു വൺ ടൈം ചേഞ്ച്. ഈ ഒരു മുദ്രാവാക്യവുമായിട്ടാണ് BJP ഇപ്പോൾ ക്രൈസ്തവരെ സമീപിക്കുന്നത്. അപ്പം മതത്തിന് അതീതമായ ശക്തികൾ പ്രവർത്തിക്കുമ്പോഴും മതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിലെ ഇലക്ട്രേറ്റിനെ കാണാനാവില്ല എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് BJP. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.